So hi all, once again welcome back to the Unifiers യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാളെ രാവിലെയാണല്ലോ നമ്മളെ മാത്സ് എക്സാം. ആ മാത്സ് എക്സാമിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു പക്ക കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്റർ, സൂചക സംഖ്യകൾ എന്ന ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട ഒറ്റ ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു മാത്സിലെ ടോപ്പ് 10 പക്ക ഷുവർ ക്വസ്റ്റ്യൻ, ഏകദേശം 1.5K വ്യൂവേഴ്സ് ഉണ്ട്. സോ താങ്ക് യു. ആൻഡ് ഇത് നോക്കാം, നമുക്ക് പെട്ടെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ എങ്ങനെയാണ് ഇതിൽ നമുക്ക് ഈ ഒരു കോർഡിനേഷൻ എന്നതിൽ നിന്നും പക്ക പ്രഡിക്ഷൻ എങ്ങനെയാണ് ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ട്. അതായത് നിങ്ങൾ നാളെ എഴുതാൻ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും ഉണ്ടാവും. അതായത് 100ൽ 110% ഉറപ്പാണ്. കോർഡിനേഷൻ എന്ന ചാപ്റ്ററിൽ ഈ ഒരു ചോദ്യം 100% ഷുവറാണ്. എത്ര പെർസെൻറ്റേജ് ആണ്? 100% ഷുവറാണ്. 100% ഷുവറായിട്ടും ഈ ഒരു ചോദ്യം ഉറപ്പാണ് കേട്ടോ. അത് നോക്കാം നമുക്ക്. നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എല്ലാവർക്കും അറിയാം. ഡിസ്റ്റൻസ് ഫോർമുല എന്നാൽ എ ബി എന്നൊരു ലൈൻ ഉണ്ട്. ഞാനിവിടെ എ ബി എന്നൊരു ലൈൻ വൃത്തിക്ക് വരച്ചിട്ടുണ്ട്. ഈ എ ബി എന്ന ലൈനിൻ്റെ ഇതിന് ഞാനിപ്പം എ എന്ന് കൊടുത്തു, അത് ഞാൻ ബി എന്ന് കൊടുത്തു. ഓക്കെ, ആ എ ബി എന്നതിൻ്റെ x1 മൈനസ് x2 അതിനെങ്ങനെയാ? ഇതിന് ഞാനിപ്പോൾ x1 കോമ x2 എന്ന് കൊടുത്തു. x1 കോമ x2 സോറി x1 കോമ x1 കോമ y1 എന്നിട്ടു, x1 കോമ y1 എന്നിട്ടും അതേപോലെ x2 കോമ y2 എന്നിട്ടു. ഈ എ ബി എന്ന ബിന്ദുവിനെ x2 കോമ y2 എന്ന് ഞാൻ ഇതിനിട്ടു. കിട്ടും. ആൻഡ് ഇനി സിമ്പിൾ ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ പറയാണ് x1ഉം y1ഉം അല്ലേ, അതായത് x1ഉം x2 എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം, എക്സുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഹോൾ സ്ക്വയർ. അപ്പം x1 മൈനസ് x2. അപ്പോൾ ചോദിക്കും x2 മൈനസ് x1 ഇടാം, വിഷയമല്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ x1 മൈനസ് x2ന്റെ ഹോൾ സ്ക്വയർ പ്ലസ് വൈകൾ തമ്മിലുള്ള വാല്യൂ y1 മൈനസ് y2ന്റെ ഹോൾ സ്ക്വയർ ആണ് എന്ത്, നമ്മുടെ ഡിസ്റ്റൻസ് എന്നതിന്റെ ഫോർമുല. സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായി നമുക്ക് ചോദ്യം കാണാം. അങ്ങനെയെങ്കിൽ ചോദിക്കട്ടെ, ഞാനിപ്പം ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇവിടെയും, അതേപോലെ ഞാനിപ്പം സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാനിതാ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. അങ്ങനെയെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സ് ആക്സിസ് എത്ര? എക്സ് ആക്സിസ് നമുക്കറിയാം 1 ആണ് അല്ലേ, 1. അപ്പം ഞാനിവിടെ ഇതാണ്, ഓക്കെ, കളർ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് 1 കോമ 1 തന്നെയാണ്. കാരണം എന്താ, എക്സ് ആക്സിസ് കഴിഞ്ഞാൽ പിന്നെ വൈ ആക്സിസ് 1 തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയി എവിടെ എത്തി? 5ലെത്തി. 5 നേരെ മുകളിലോട്ടേക്ക് പോകേണ്ട 5 ഉണ്ട്. അപ്പം എക്സ് ആക്സിസ് 5ഉം കിട്ടി, വൈ ആക്സിസ് എന്താ, അത് 1 തന്നെ. ആഹാ, കിടും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കമന്റ് ഇടാനുള്ള ക്വസ്റ്റ്യൻ തരാൻ പോവാണ്. കമന്റ് ഇടുക. അതായത് ഇതിന്റെ തമ്മിലുള്ള അകലം എന്തായിരിക്കും? ഒരൊറ്റ ടിപ്പ് തരാം. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇതിൽ വൈ ആക്സിസ് ഒക്കെ സെയിമാ. ഇതും സെയിമാണ്, ഇതും സെയിമാണ്. അപ്പൊ അതിനെ നോക്കണ്ട. പ്ലസ് ഈ 5ൽ നിന്ന് 1 കുറച്ചാൽ അതായിരിക്കും ഇതിന്റെ ഡിസ്റ്റൻസ്. 5ൽ നിന്ന് 1 കുറച്ചാൽ അതായിരിക്കും ഇതിന്റെ ഡിസ്റ്റൻസ് കേട്ടോ. 5ൽ നിന്ന് കുറച്ചാൽ 4 ആയിരിക്കും ഇതിന്റെ ഡിസ്റ്റൻസ്. 4 സെന്റിമീറ്റർ എഴുതരുത്, 4 യൂണിറ്റ്. 4 യൂണിറ്റ്സ് എഴുതി കൊടുത്താൽ സെറ്റായി. ഇതും ചോദിക്കുകയാണ്, ഞാൻ ഈ ഒരു ബിന്ദുവിന് ഇതൊരു ലൈനാണ്, കാണാലോ, ഇതൊരു ലൈനാണ്. ഈ ലൈനിന്റെ എ എന്ന സ്ഥലം ഞാനിപ്പം 5,6 എന്നും ബി എന്ന പോയിന്റ് 8,4 എന്നും ഞാൻ തന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഡിസ്റ്റൻസ് കാണാൻ എന്നതാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ. ഇതിന്റെ ഡിസ്റ്റൻസ് കാണണം. എങ്ങനെ കാണും? നമുക്കറിയാം എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം ബൈ വൈകൾ തമ്മിലുള്ള വ്യത്യാസം. അതേ കൺസെപ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം ബൈ വൈകൾ തമ്മിലുള്ള വ്യത്യാസം ചെയ്ത് കൊടുക്കുക. ആൻസർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വെരി ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഏകദേശം 890 സബ്ബായിട്ടുണ്ട്. നമുക്ക് ഏകദേശം 900 സബിന്റെ അടുത്ത് തന്നെ നമുക്ക് 1K അടിച്ചാൽ ഗീവ് അവേ ഉണ്ട് കേട്ടോ. മറന്നു പോകണ്ട, 1K അടിച്ചാൽ ഗീവ് അവേ ഉണ്ട് കേട്ടോ. ഗീവ് അവേ എന്താണ്? ഒരു സ്മാർട്ട് വാച്ച്, ഒരു സ്മാർട്ട് വാച്ച് നമ്മൾ ഗീവ് അവേ നൽകുന്നുണ്ട്. സോ മാക്സിമം ആളുകളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് 1K സബ്സ്ക്രൈബർ എന്നാവുന്നു അന്ന് നമ്മൾ ഗീവ് അവേ അനൗൺസ് ചെയ്യും.
സോ മാക്സിമം വളരെ ചെറിയ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മറന്നു പോകണ്ട. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2ൻ്റെ ഹോൾ സ്ക്വയർ റൂട്ടാണ് കേട്ടോ. അതിൻ്റെ റൂട്ടാണ്, മറന്നു പോകണ്ട. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകണ്ട. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം എക്സാം എല്ലാവർക്കും സിമ്പിൾ ആയിട്ട്, എക്സാമിൽ എല്ലാവർക്കും 80 മാർക്ക് തന്നെ കിട്ടട്ടെ. അപ്പോൾ വിഷ് യു ദ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.